ഹരേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ വിരാട പർവ്വത്തിലേക്കൊരു കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വിരാട പർവ്വത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. എന്തൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടേ നമുക്ക്. ഇപ്പോൾ നമ്മൾ ഈ കീചകവധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നല്ല സുതേഷ്ണതൻ ഭ്രാതാവ് കീചകൻ മല്ലാക്ഷിയാകിയ സൈരന്ധ്രിയെ കണ്ടു. മുല്ലബാണങ്ങളെ തല്ലൽ പൊറാഞ്ഞവൻ ചൊല്ലിനാൻ എത്രയും നല്ല മധുരമായി. വല്ലാതിവിടെ മറ്റെല്ലാവരുമൊക്കെ ചൊല്ലുന്ന വേലകളെല്ലാം ഒരുക്കിനി. അല്ലലായി വാഴുവാനില്ലൊരു കാരണം പുല്ലാംബുജ പ്രൗഢി വെല്ലും ലസന്മുഖി. മുല്ലബാണൻ തൻ്റെ വില്ലിനെ പോർ ചെയ്തു വെല്ലുന്ന നിന്നുടെ ചില്ലിക്കൊടികണ തെല്ലുകൊണ്ടെന്നെ നീ തല്ലുന്ന തല്ലുകൾ കൊല്ലുവാൻ തന്നെ നല്ല എല്ലിയടോ. അത് ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നു. കീചകൻ ഈ സൈരന്ധ്രിയോട് ഇങ്ങനെ ഓരോരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ, കാമഭ്രാന്ത് മൂത്തവർക്ക് പിന്നെ ആരുന്നിരുന്നില്ല. അനുജത്തിയോട് സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്നോട് കൂടെ ഒന്ന് അയക്കണം എന്ന്. അപ്പോൾ അവൾ പറയുന്നു, സുതേഷ്ണ പറയുന്നു, കേതം വരികയില്ലേതും നിനക്കിടോ കാദംബരിയും കറികളും വൈകാതെ കീചകൻ തന്നോട് വാങ്ങിനി കൊണ്ടുപോവാമേ ജഗകാന്തി കലർന്ന മനോഹരേ. മൗനാനുവാദമോടങ്ങനെ പോയവൾ താനെ വരുന്നതു കണ്ടൊരു കീചകൻ നേത്ര സുഖത്തോടൊടുത്തിതു മൈരേയ പാത്രവും ഇട്ടും കളഞ്ഞവളോടിനാൾ. ആടലോടെ അവർ പൊക്കൂടെ ഓടിനാൻ പേടിയോടെ. സഭയിങ്കൽ വീണാളവള്ളല്യത്താർ കൂന്തൽ ചുറ്റിപ്പിടിച്ചാനവൻ. ഒല്ലായതെന്നു സഭയിലിരുന്നവർ രക്ഷിപ്പതിനു ദീനേശൻ അയച്ചൊരു രക്ഷോപരനും പരോക്ഷം അതിദ്രുതം. ഇക്ഷുകോദണ്ഡ ശരക്ഷത ചിത്തനായ ക്ഷമനാക്കിയ കീചക നീചനെ പ്രക്ഷോഭണം ചെയ്താനക്ഷണം ഭൂമിയിൽ സക്ഷതനായി വീണുരുണ്ടാനതു നേരം. വല്ലാതെ നിന്നു ജളനായി ഇളിച്ചവൻ മെല്ലവേ പോയൊരു കോണിലകം പുക്കാൻ. അന്നുരാവമ്പു ജലോചന മാരുതി തന്നെ മാറത്തു വീണു കേണിയിടിനാൾ. കണ്ണുനീരും തുടച്ചുണ്ണി പൊറുക്കൊരു വണ്ണം ഒരു മാസം ഇന്നും എന്നാനവൻ. മാസമോ പിന്നെയല്ലോ എനിക്കങ്ങൊരു വാസരമല്ലൊരു നാഴികയും പൊറാ. കീചകനെ കൊന്നു സങ്കടം തീർക്ക നീ നീചനെ കൊണ്ട് പൊറുതിയില്ലേ തുമേ എന്നവൾ ചൊന്നത് കേട്ടൊരു മാരുതി കൊന്നവൻ തന്നെ ഞാൻ നിന്നിടർ പോക്കുവൻ കൂത്തരങ്കത്തു കുറിക്ക നീ മന്മതക്കൂത്തിനു പാതിരാ നേരമെന്നാനവൻ മാരമാൽ പോണ്ടൊരു കീചകൻ തന്നോടു മാരുതി ചൊന്ന പോലെ അവൾ ചൊല്ലിനാൾ. നാരിമാർ ഞങ്ങൾ സ്വധർമ്മമറികടോ മാരവശകമാരാകയാൽ അന്വഹം നാനാ ജനങ്ങളും ഒന്നിച്ചപേക്ഷിച്ചാൽ ഊനമില്ലാതെ വണ്ണമിണങ്ങിയിടണമുണ്ടെങ്കിൽ പഞ്ചമേ ഗന്ധർവന്മാർ പീഡ ഓരോ ദിനം പ്രതി കാണാമെന്നും വരും. ഒട്ടു നാളേക്കു കണ്ടിയിലെന്നതും വരും പട്ടാങ്ങു ഞാൻ പറഞ്ഞില്ലയെന്നില്ലേടോ. പയ്യവേ കൂത്തരങ്ങത്തെന്നു തങ്ങളിൽ കയ്യും പിടിച്ചു തെളിഞ്ഞു മനസ്സൊത്തു സൈരന്ധ്രി. ചൊന്നതു കേട്ടു തെളിഞ്ഞുള്ളിൽ സ്വൈര്യം തനിക്കു വരുമെന്ന് കൽപ്പിച്ചു. ക്ഷൗരം കഴിച്ചു തൈലാഭ്യംഗവും ചെയ്തു മൈരേയമായുള്ള മദ്യവും സേവിച്ചു പല്ലുതേ ചാമോദ താമ്പൂലവും തിന്നു. നല്ല മാല്യങ്ങൾ കുസുമങ്ങളും ചൂടി ദിവ്യാംബരാഭരണാലേപനാദികൾ സർവാംഗമെല്ലാം അലങ്കരിച്ചാനവൻ. ഉത്തമയായുള്ള പാഞ്ചാലി ചൊല്യമെത്തമേൽ ചെന്നു കിടന്നിതു ഭീമനും. തീർത്ത കൗതൂഹലം കൈക്കൊണ്ടു കീചകൻ മത്തനായി കൂത്തരംഗത്തു പൊക്കിയിടിനാൻ. ചിത്ത ജന്മാവു തന്നസ്ത്രങ്ങളേൽക്കയാൽ പുത്തൻ കുളർമുലത്തൊത്തു പൊൽക്കിയിടിനാൻ തങ്ങളിൽ തിങ്ങി വിങ്ങിക്കനം. പൊങ്ങി നിന്നെങ്ങനെ കണ്ട കുളർമുലക്കോരകം വിസ്താരമാണ്ടു നിരക്കെ പരുപരക്കുത്തുന്ന രോമങ്ങൾ ഉൾക്കൊണ്ടു കാണായി. രോമലതാമൂലമായത് ആ രോമലായുള്ളൊരു ദാസിയല്ലേ ഇവളെങ്കിൽ അതുമൊരു കൗതുകമെന്നോർത്തു. പങ്കജബാണമാൽ കൊണ്ടുപുറാഞ്ഞുവൻ നന്നായി മുറുകെ തഴുകിനാൻ. മുന്നടന്നിടനാൻ ഭീമനും അന്നേരം എത്തി മുറുകെ പുണർന്നവൻ. അസ്ഥി നുറുക്കി ഞെരിച്ചത് പിന്നെയും ചിത്തഭ്രമത്തോട് 100,000 കുത്തിനാൻ.
മുഷ്ടി ചുരുട്ടിത്തരുതരേ പ്രേമമില്ലെന്ന് വരുമെന്ന് ശങ്കിച്ചു ഭീമൻ നഖങ്ങളും ഏൽപ്പിച്ചിതാതരല്ലയോ മതി മതിയയ്യോ മതി പോരും മയ്യൽ മെഴിയാളെ കയ്യയച്ചിടോ നീയല്ലയോ ഇത് നീയല്ലയോ ബാലേ പൊയ്യെ പറഞ്ഞു ചതിക്കുകയോ ചെയ്തതും മെയ്യെന്ന് കൽപ്പിച്ചു വന്നു പുണർന്നു ഞാൻ മെയ്യല്ല നല്ല കരിങ്കല്ലു നിർണയം 100 പറഞ്ഞു കരഞ്ഞു എഞ്ചത്താൻ മെഴികൾ തുറിച്ചു വിധി ബലാൽ. അപ്പം അടുത്ത രാജ്ഞി പറഞ്ഞു, ഇത് കൊണ്ടു കൊടുത്തിട്ട് വന്ന കീഴകന്യ ഏട്ടനോ അനിയനോ അറിയില്ല, സഹോദരൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കൊണ്ടു കൊടുക്കാൻ പോയത്. പോയ സമയത്ത് ഇവൻ സന്തോഷമായി. പിന്നെ വേഗം അടുത്തേക്ക് വരുന്നുണ്ടിട്ട് ഇവള് പാത്രം ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടം. തരകന്നെ അയാൾ ഓടി, ഇവളെ ഓടി 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 സദസ്സിലെത്തി. പണ്ട് ദുശാസനൻ ചെയ്ത മാതിരി ഒരു തലമുടി പിടിച്ചു വലിച്ചു. എല്ലാവർക്കും തലമുടിയോടാ കളി. അന്നേരം സൂര്യഭഗവാൻ അയച്ചൊരു രാക്ഷസൻ വന്നിട്ട് പിന്നെ ഇയാളെ അല്ലാതെ ദ്രോഹിച്ചു. ഭൂമിയിൽ വീണിട്ട് ഉരുണ്ടു, ചവിട്ടി തെറിപ്പിച്ചു. അപ്പോൾ ഭൂമിയിൽ വീണ് ഉരുണ്ടിട്ട് വഷളായിട്ടങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് രാത്രി വല്ലാതെ കരഞ്ഞു പറഞ്ഞു, എന്തൊക്കെ സങ്കടപ്പം, ഞാൻ സഹിക്കണ്ട, എനിക്ക് കഴിയൂല, പിന്നെ ഓനെ ഒന്ന് കൊന്നതാന്ന് പറയുന്ന ഭീമസേനോട് പറഞ്ഞു. പിന്നെ കുട്ടി 1 മാസം കൂടി പൊറുക്ക് എന്ന് പറഞ്ഞു. ഇതിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഈ 13 വർഷം തികയില്ലോ എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. 1 മാസമാണ്, ഒന്നും എനിക്കൊരു ദിവസം പോലും നിൽക്കാൻ കഴിയില്ല. ഒരാഴ്ചയും പോയിട്ട് ഒരു ദിവസം ഒരു നാഴികയും കൂടെ അവനോട് നിൽക്കാൻ കഴിയില്ല എനിക്ക്. അതുകൊണ്ടൊന്ന് എൻ്റെ സങ്കടം തീർക്കണം എന്ന് അന്നേരം പറഞ്ഞു. അപ്പം ഒരു കാര്യം ചെയ്യും, അവനോട് പറയും, കുറേ ആണുങ്ങളിങ്ങനെ പുരുഷന്മാരിങ്ങനെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് കേൾക്കാതിരിക്കാൻ കഴിയൂല, നിങ്ങളെല്ലാം വലിയ വലിയ ആളല്ലേ, അതുകൊണ്ട് പിന്നെ എന്നൊരു പ്രത്യേക ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക് 5 ഗന്ധർവന്മാരെ സേവയുണ്ട്. ചില ദിവസം അവരൊന്നിച്ച് വരുന്നു എന്നും വരും, ചില ദിവസം ഓരോരാളായിട്ട് വരുന്നു എന്നും പറയും, ചില ദിവസം കുറേ നാളേക്ക് കണ്ടിട്ടില്ല എന്നും വരും. പിന്നെ അതിനൊന്നും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിനി. അങ്ങനെ ഭീമസേനൻ പറഞ്ഞ് അടുത്തേക്ക് ചെന്നു. ഇവൻ വന്നിട്ട് അപ്പം ഇന്നലെ പുതപ്പെല്ലാം പൊച്ച് കിടക്കുന്ന ഭീമസേനാണ്. ഇവന് ഇരട്ടത്തല്ലേ വന്ന് തപ്പി ആണോ വണ്ണോ എന്ന് പിന്നെ തിരിയുന്നില്ല. അപ്പം എല്ലാം നല്ല ഭീമസേന നല്ലൊരു ആലിംഗനെല്ലാം ചെയ്തു. അന്നേരം ഇതെന്താ ഇങ്ങനെ നല്ല പട്ട് പോലത്തെ മേലെല്ലാം കാണുമ്പം തോന്നിനി ഇതെന്ത് ഇങ്ങനെയെന്നെല്ലാം ഇവൻ പറയുന്നു. മാറത്തെല്ലാം ഒരുപാട് രോമോ എന്തെന്നിപ്പോൾ ഇതിങ്ങനെയെല്ലാം അതങ്ക അത് സാരമില്ല എന്നെല്ലാം വിചാരിച്ചു ഇവൻ. അന്നേരം ഭീമസേന നല്ല നഖങ്ങളെല്ലാം ഇങ്ങനെ ഏൽപ്പിക്കലായി. അന്നേരം പറഞ്ഞു, എന്തെന്ന് മതി നീ എന്തെന്ന് ഇതിങ്ങനെ, ഇത് നീയല്ലേ, ഇതെന്നെ പറഞ്ഞ് ചതിക്കോ ചെയ്തിനെന്നെല്ലാം ചോദിച്ചു. അന്നേരം പറഞ്ഞ് കരഞ്ഞിട്ട് ഭീമസേൻ്റെ കൈ കൊണ്ട് അവൻ്റെ പ്രാണനങ്ങ് പോയി. വാതാത്മജനായ ഭീമനും പോയി തെങ്ങേതോ മറിഞ്ഞില്ല താനെന്ന് ഭാവിച്ചു ചത്തൊരു കീചകൻ തന്നുടെ തമ്പിമാർ 10 പെരുക്കിയ 10 മരഞ്ചു മുണ്ടത്തൽ കൊണ്ട് എത്തിപ്പിടിച്ചവർ കൃഷ്ണയെ ചത്ത ശവത്തോട് വെച്ച് കെട്ടിയിടിനാർ കൂടെ അവളെയും ചുട്ടു കളവാനായി. കൂടുതൽകാലനാം ഭീമൻ അത് കണ്ടു ഗന്ധർവന്മാർ ബലാൽ കൊന്നതിനെന്തൊരു ബന്ധം, ഇവളെ ഉപദ്രവിപ്പാൻ നിങ്ങൾ വൃദ്ധബാലാങ്കനാകോ ദ്വിജാദ്യങ്ങളെ ബദ്ധരോഷാൽ വിരോധിക്കുന്ന ദുഷ്ടനമൃത്യുപുരത്തിന് അയക്കേണം വൈകാതെ പൃഥ്വീപതികൾ എന്നല്ലോ വിധിമതം. ആശ്രയമില്ലാതെ നാരിയെ കൊണ്ടുപോയ ആശങ്കലാക്കുന്നത് യോഗ്യമോ, ആശ്രിതരക്ഷണം ധർമ്മ നൃപതികൾക്കാശ്രിതയല്ലോ, വിശേഷാൽ ഇവൾ താനും ആയുധപാണിയല്ലെന്നങ്ങിരിക്കലും ന്യായമല്ലാത്ത കർമ്മങ്ങൾ കാട്ടും വിധോ നോക്കിയിരിക്കാമോ, രാജഭടന്മാർക്ക് യോഗ്യമല്ലേതും അതെന്നു പറഞ്ഞുടൻ കാറ്റഞ്ചും വേഗമോടെ ചെന്നു കോപിച്ചു 105 മുടക്കി ഞാൻ വൈകാതെ. കൂറ്റൻ ചുരമാന്തി നിൽക്കുന്നത് പോലെ ഏറ്റം ജനത്തോടും നിന്നിതു ഭീമനും. ഭീമനെ കണ്ടു പേടിച്ചു ജനങ്ങളും, കാമനെ തന്നെയും പേടിയുണ്ടായി വന്നു. ശ്യാമളയാകിയ സൈരന്തി തന്നെയും കോമളയാകിലും വന്നു തൊട്ടാരുമേ നാട്ടാർ മുഖത്ത് നോക്കാതെ ചമഞ്ഞിതു കൂട്ടമേ കൊല്ലിക്കുമെന്ന ഭയത്തിനാൽ. ഓനങ്ങ് ചത്തിട്ടാകുമ്പോൾ അവൻ്റെ 105 ഉണ്ട്. സഹോദരന്മാർ എല്ലാ എണ്ണവും കൂടി വന്നിട്ട് പിന്നെ ഇവളെ പിടിച്ച് ഒരു കഷ്ടപ്പാട് നോക്കിനാ പാഞ്ചാലിയിലെ. അല്ല അഗ്നികുണ്ടത്തിനെല്ലാം പൊങ്ങി വന്ന് ദിവ്യ സ്ത്രീയാണ് ചെന്ന് വേണ്ടത്. അവൻ്റെ ശവശരീരത്തോട് വെച്ച് കെട്ടിയിട്ട് ഒന്നിച്ചിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ തന്നെ
അതെല്ലാം കാണുമ്പോൾ ഭീമസേനെ നിൽക്കാൻ കഴിയുമോ? എന്തിനീ ഗന്ധർവന്മാർ വന്നിട്ട് അവനെ കൊന്നേനി പിന്നെ പാവം പെൺകുട്ടീനെ കൊല്ലുന്നു. ഇതൊന്നും നോക്കിയിരിക്കാൻ എനിക്കാവില്ല. ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞത്, എനിക്ക് ആയുധമൊന്നും ഇല്ലെങ്കിലും തിരക്കേടില്ല, ഞാൻ പിന്നെ ഇതൊന്നും നോക്കിയിരിക്കൂല എന്നും പറഞ്ഞിട്ട് കാറ്റിൻ്റെ വേഗതയിൽ പറ്റി 105 അങ്ങ് പോന്നു. അതിൻ്റെ ശേഷം എല്ലാവർക്കും പാഞ്ചാലി സൈരന്ധ്രി എന്ന് പറയുമ്പോൾ പേടിയാന്ന്. സൈരന്ധ്രി മൊത്തം ആരും നോക്കുമല്ലോ. അതിൻ്റെ ശേഷം ഞാനും ചെത്തുമെങ്കിലോ എന്നെയും കൊന്നെങ്കിലോ എന്നൊരു പേടിയല്ലേ. ഇനിയിപ്പം എന്താ പറയുക, ഒരു പശുക്കളെല്ലാം കട്ടുകൊണ്ടോ ഇവർ ഇരിക്കാനും നിൽക്കാനും പെടൂല ഈ കൗരവന്മാരെ. ഇനിയിപ്പോൾ പൈക്കളെല്ലാം കട്ടുകൊണ്ടോന്നുണ്ട് വിരാട് രാജാവിൻ്റെ. വാട്ടമകന്ന സുയോധനൻ അക്കാലം കൂട്ടവും കൂടി തുടങ്ങി നിരൂപണം നാട്ടിലെങ്ങാനുമേ പാണ്ഡവരുണ്ടെങ്കിലൊട്ടാളരൊക്കെ നടന്നു തിരയണം ധാർഷ്ട്യമേറിയിടുന്ന ധർമ്മജന്മാതിയെ കാട്ടിലാക്കാമെന്നും കണ്ടു കെട്ടിയിടുകൾ രാജ്യങ്ങൾ തോറും അത് കെട്ടു ദൂതന്മാർ പാച്ചിൽ തുടങ്ങിനർ കണ്ടുകൊണ്ടിടുവാനെങ്ങുമേ കാണാഞ്ഞു ചെന്നവർ ചൊല്ലിനാൻ ഞങ്ങളോ കണ്ടതില്ലെങ്ങുമേ മന്നവാദാർത്ഥ രാഷ്ട്രൻ പറഞ്ഞാൻ അവരോടപ്പോൾ പാർത്ഥന്മാരുള്ളയിടം ഞാൻ പറയാമെങ്കിൽ ഭോഷന്മാരെ നിങ്ങൾ മത്സ്യരാജ്യത്തെങ്കിൽ ഘോഷമുണ്ടായവയൊന്നുമേ കേട്ടിയിലേ കേട്ടിട്ടു ഞങ്ങൾ തിരഞ്ഞിതു ഗന്ധർവശ്രേഷ്ഠന്മാരത്രേ അതായതു മന്നവ അപ്പോൾ ഉര ചെയ്തു ഭീഷ്മരും ഈ വണ്ണം ഉൾപ്പൂവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നിതു. ചത്തതു കീചകനെങ്കിലോ മാരുതപുത്രനത്രേ കൊല ചെയ്തതു നിർണയം യുക്തിയും ചേരുവും അതിനു നിരൂപിക്കലുത്തമയായുള്ള പാഞ്ചാലി കാരണം മിഥം ധൃതരാഷ്ട്രപുത്രനോടും ഗംഗാദത്തൻ പറഞ്ഞത് കേട്ടവനും ചൊന്നാനെങ്കിലോ മത്സ്യരാജാവിൻ പശുക്കളെ ശങ്ക കൂടാതെ ആട്ടിക്കൊണ്ടു നാം പോരണം കണ്ടങ്ങടങ്ങിയിരിക്കയില്ല ദിക്കിലുണ്ടെങ്കിൽ അർജുനനാദികൾ എന്നുമേ മുൻപിലേ പോകാപടയും ത്രികർത്തനും വൻപോട് ഞങ്ങൾ വഴിയേ വരും താനും ഇങ്ങനെ കൽപ്പിച്ച നേരം ത്രികർത്തനും മങ്ങാതെ വൻപടയും കൂട്ടി അപ്പോഴേ ചെന്ന് വിരാടപുരി പൊക്കുകോക്കളെ ഒന്നൊഴിയാതെ തെളിച്ചവർ പോകുമ്പോൾ സന്നാഹം ഉൾക്കൊണ്ടു പിന്നാലെ മത്സ്യനും ചെന്നു കലഹം തുടങ്ങിയ നേരത്തുമന്നവൻ തന്നെ പിടിച്ചു കെട്ടിയിടാൻ ഉന്നതനാകും ത്രികർത്തൻ മഹാരഥൻ പല്ലും കടിച്ചു നിന്നിടുന്ന ഭീമനെ ചെല്ലുകെന്നൻപോട് ചൊല്ലി യുധിഷ്ഠിരൻ. അവരടി കൊണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞു അന്വേഷിച്ച് പിടിച്ചു കൊണ്ടുവരണം. മറ്റേ ആൾക്കാരെ നല്ല ദിക്കിലേക്കും പറഞ്ഞു വെച്ചു. ഏടുന്നും കിട്ടാണ്ട് തിരിച്ചു വന്നു. അന്നേരം ഇവൻ പറയുന്നു, നിങ്ങൾ ഒന്നും കേട്ടിട്ടില്ല, ആ മത്സ്യരാജ്യത്തിലുള്ള പിന്നെ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല നിങ്ങൾ? ഞങ്ങൾ കേട്ടിന് അന്വേഷിച്ചു. അപ്പം അത് ഗന്ധർവന്മാരാന്ന് പോലും എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടക്ക് കയറി ഈ നമ്മളെ വേണ്ടാത്ത കാര്യം ഭീഷ്മ പിതാമഹര്. അത് ഞാൻ പറയാലോ. എന്നാൽ പിന്നെ ഒരു കാര്യം, ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീഷ്മരാണ്. അതിന് കാരണം ആലോചിച്ചാൽ പാഞ്ചാലി ആവാം. പാഞ്ചാലി നിമിത്താണ് അതാണ് സംഭവിച്ചിട്ടുള്ളത് പറഞ്ഞു. എന്നാൽ പിന്നെ പോവാം, നമുക്ക് പോയിട്ട് പിടിച്ചു കൊണ്ടുവരാം. അവരെ പശുക്കളിലാട്ടിക്കൊണ്ടുവരാം. അന്നേരം നോക്കിയിരിക്കൂല അവർ. അപ്പം അവർ വരുമ്പോൾ നമുക്ക് അവരെ കൊല്ലാം, നല്ല മത്സ്യരാജാവിനെയും കൊല്ലാം എന്നല്ലെന്ന് പറയുന്നു. അന്നേരം വന്നു, എല്ലാവരും വന്നു. ത്രികർത്തനും ആൾക്കാരും വന്നു. പിന്നെ പശുക്കളെല്ലാം തെളിച്ചോണ്ട് അന്നേരം ഈ രാജാവ് പോന്നു പാവം. അന്നേരം രാജാവിനെ പിടിച്ചു കെട്ടി. അന്നേരം ഭീമസേന ഇങ്ങനെ പല്ല് കടിച്ചു നിൽക്കുക. അന്നേരം പറഞ്ഞു പോട് പറഞ്ഞു ആട്ടൻ യുധിഷ്ഠിര മഹാരാജാവ്. കണ്ടിരുന്നിടുകയില്ലെന്ന് കൽപ്പിച്ചു വണ്ടി അണഞ്ഞു മൃഗോദരൻ. അന്നേരം ശക്തിമാനായ സുശർമാവിനെയെന്ന് വൃദ്ധനാം മത്സ്യനെ വീണ്ടുകൊണ്ടിടിനാൻ. അപ്പോഴണിഞ്ഞു ഗുരുപ്രവരന്മാരെങ്കിൽ പോട് ഗോക്കളെ കൊണ്ടുപോയിടാൻ പറ്റലരായ സുയോധനാദികൾ മറ്റേ പുറമേ അടുത്തു. പശുക്കളെ തെറ്റെന്ന് കൊണ്ടുപോകുന്നൊരു നേരത്തു ചുറ്റു പൊരുതു തോറ്റാൻ പശുപാലരും യുദ്ധകോലാഹലമുണ്ടായി ചമഞ്ഞതും ശത്രുക്കൾ ഓക്കളെ കൊണ്ടങ്ങു പോയതും മത്സ്യമഹീപതി പുത്രനായ മേവിനോരുത്തരനോട് ഗോപാലകർ ചൊല്ലിനാർ. ക്രുദ്ധനായ ഉത്തരൻ താനും ഉര ചെയ്താനെത്തിയ എതിർത്തു ഞാൻ വീണ്ടുകൊണ്ടിടുവൻ. വൃത്രാജപുത്രനാം അർജുനൻ താൻ തന്നെ യുദ്ധത്തിനായി വരുന്നാകിൽ അവനെയും വെല്ലുന്നതുണ്ടു ഞാനില്ലൊരു കില്ലെനിക്കില്ലൊരു സൂതനതത്രേ. കുറവിപ്പോൾ മത്തനായ ഉത്തരൻ ഇത്തരം ചെന്നതു മത്തേപകാമിനി പാഞ്ചാലി കേട്ടിട്ടു ചിത്തത്തിൽ ഈർഷ്യ പറഞ്ഞവൾ ചൊല്ലിനാൾ. ഭർത്താവായ ഒരു ബൃഹന്നളയോടെല്ലാം പാർത്ഥൻ അത് കേട്ടു
പാഞ്ചാലി തന്നോട് വാസ്തവമായ ഒരു വാർത്ത ഇവരെ ചെയ്തു. തെളിച്ചിടുവാനാളും ഞാനുണ്ടൊരു സൂതനില്ല ഞുഴലായി എന്ന് ചൊല്ലു. നീ അപ്രകാരം പറഞ്ഞിടനാൾ കൃഷ്ണയും അപ്പോഴത് ഉത്തരം താനുമുറ ചെയ്തു. ആരതു ചെന്നു പറഞ്ഞു കേൾപ്പിച്ചതു പാരാതെ ഗോക്കളെ വീണ്ടു കൊണ്ടിടുവാൻ ഉത്തര ചൊന്നതു കേൾക്കും. അതിനുടൻ ഉത്തരയോടു ചൊല്ലുകെന്നിതു കൃഷ്ണയും. അപ്പോൾ ഭീമസേനൻ പോയിട്ട് ആ മത്സ്യരാജാവിനെ കൊണ്ടുവന്നു. നേരെ ആയി വരുമെന്ന് ധാർത്തരാഷ്ട്രം, അതായത് സുയോധനും ആൾക്കാരും വന്നു പശുക്കളെല്ലാം കൊണ്ടുപോലെ. അപ്പോൾ പിന്നെ ഈ മത്സ്യരാജാവിൻ്റെ മകനായ ഉത്തരനോട് കുറേ ആൾക്കാർ പറഞ്ഞു, ഇത് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, പശുക്കളെല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഓ അതായത് അതെയാ, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് എല്ലെണ്ണത്തിനെയും കൊന്നിട്ട് പശുക്കളെയും കൊണ്ടുവരും. ഇനി ആ അർജുനൻ തന്നെ വന്നാലും കൂടി ഞാൻ ജയിക്കുന്നു പറഞ്ഞു. അന്നേരം അത് പാഞ്ചാലിക്ക് ഓർക്കൂല. പാഞ്ചാലി പറഞ്ഞു, അർജുനോട് പോയി പറഞ്ഞു, അപ്പം എനിക്കൊരു സൂതനില്ല, തേര് കളിക്കാൻ ഒരാൾ വേണമെന്നാണ് ഉത്തരം പറയുന്നു. അന്നേരം പോയിട്ട് പറയുമ്പോൾ പറഞ്ഞു, തേര് കളിക്കാൻ ആളില്ല, അതിൻ്റെ പോകാണ്ട് കണ്ടാ ഞാൻ തേര് തെളിച്ചോളാന്ന് പറഞ്ഞു. പോയിട്ട് അറിഞ്ഞത് ഉത്തരയോട് പറഞ്ഞേക്കാന്ന്. ഉത്തര പോയിട്ട് പറഞ്ഞു, ആരോട് പറഞ്ഞത്? അർജുനോട്. അന്നേരം മെലിഞ്ഞ 2 കുതിരേനെടുത്തിട്ട് തേര് ആക്കി. യുദ്ധത്തിന് ഉത്തരൻ ക്രുദ്ധനായി പോകുമ്പോൾ മുഖസാക്ഷിമാരും അവരോട് ചൊല്ലിനാൻ, ശത്രുഭൂപാലരെ കൊന്നിങ്ങ് പോരുമ്പോൾ വസ്ത്രങ്ങൾ നല്ലവ ഞങ്ങൾക്കു നൽകണം. അങ്ങനെ തന്നെ ഒരന്തരമില്ലെന്നതങ്ങനമാരോടു ചൊല്ലി ഉഴറ്റോടെ പൊക്കിതു ചെന്നു കുരുക്ഷേത്രം. അന്നേരം ഉൾക്കാമ്പിലുണ്ടായ പേടിയോട് ഉത്തരൻ വന്ന വഴിയെ നടക്കാരി ബുക്കളെ വെന്നുകൂടാ. നമുക്കെന്നുമേ നിർണയന്ത്രോണരും ഭീഷ്മരും ധാർത്തരാഷ്ട്രന്മാരും ദ്രൗണിയും കർണനും ആയോധനത്തിങ്കൽ പ്രാണഭയമില്ലാത്തവരോടിന്നു ഞാനൊരു ബാലകനേൽക്കുന്നതെങ്ങനെ എന്നത് കേട്ടോ ഒരു പാർത്ഥനും. അന്നേരം പിന്നെയും തേരരി മുന്നോക്കമോടിച്ചാനോടിക്ക പിന്നോക്കമോ എന്നുടൻ ഉത്തരനോടിച്ചാൻ മുന്നോക്കം. അർജുനൻ പിന്നെയും പേടിച്ചതീവ വിറച്ചാനതു കണ്ടു പേടിക്കൊല എന്നു ചൊന്നാൻ. കിരീടിയും ഓടിച്ച തേരിൽ ഉത്തരൻ നേരം ചാടിക്കളഞ്ഞു. നിലത്തു വീണീടിന് കൂടെ കുതികൊണ്ടു ചാടി പിടിച്ചോൻ തേടുന്ന പേടി കണ്ടന്നേരം അർജുനൻ പെട്ടെന്നു കാലും കരങ്ങളും ഒപ്പിച്ചു കെട്ടിയിട്ടിടൻ തേരിൽ മഹാരഥൻ. വിത്രസ്ത ചിത്തനായ ഉത്തരൻ അന്നേരം വൃത്രാരിപുത്രനോട് ഇത്തരം ചൊല്ലിനാൻ, നാടും നഗരവുമൊക്കെ തരുവൻ ഞാനോടൊന്ന് തേർ തിരിച്ചോടിക്ക വൈകാതെ. നീ എന്തിവണ്ണം തുടങ്ങുന്നതെന്നോടിന്നയ്യോ എനിക്കെൻ്റെ അമ്മയെ കാണണം എന്നത് കേട്ട് ചിരിച്ചു കിരീടിയും ചെന്നു ശമീവൃക്ഷം വന്നിച്ചു വേഗത്തിൽ ഏറിയെടുത്തിതു ശാപശരാദികൾ കൂറിനാൻ. ഉത്തരൻ താൻ അത് കണ്ടപ്പോൾ അപ്പോൾ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഇയാൾക്ക് പേടിയായി. തേരിലൊരുമിച്ചു കൂട്ടി തേര് തെളിക്കുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ പേടിയായി. പുറകോട്ട് പോട് എനിക്ക് ഇവരെ ജയിക്കാനൊന്നും ആവില്ല, പുറകോട്ട് പോടും. അന്നേരം അർജുന മുമ്പോട്ട് എന്ന് പറഞ്ഞു. അയ്യോ പുറകോട്ട് പോട് എന്നും പറയുമ്പോൾ അർജുന മുമ്പോട്ട് എന്നാക്കുമ്പോൾ തേരൊന്ന് ചാടി പുറത്തേക്ക് അങ്ങ് വീണു. പുറത്ത് വീണിട്ടാകുമ്പോൾ അർജുനൻ പുറകെ ചാടി പിടിച്ച് കാലും കൈയും കെട്ടി ചീലിട്ടു. ഇങ്ങനത്തൊന്നും എന്നോട് കളിക്കുന്നു, എനിക്കെൻ്റെ അമ്മേനെ കാണണപ്പാ, എനിക്കെൻ്റെ അമ്മേനെ കാണണം, ഒരിക്കൽ എന്നെ വിട്, എന്നെ ഇല്ല കൊട്ടാരത്ത് കൊണ്ടാക്കുന്നല്ലെന്ന് പറയുന്നു. അപ്പം ചിരിച്ചിട്ട് ശമീവൃക്ഷം അന്ന് പറഞ്ഞില്ലേ, ശമീവൃക്ഷത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം അതിലെടുക്കുമ്പം അർജുന ഉത്തരൻ ഇങ്ങനെ വിചാരിക്കുന്നു, ആയുധമാർക്കിവയുള്ളൂ ബൃഹന്നളെ മായമൊഴിഞ്ഞു നീ എന്നോട് ചൊല്ലാൻ പരമാർത്ഥമെങ്കിൽ ഇവയെല്ലാം ചൊല്ലുള്ള പാണ്ഡവർക്കുള്ളൂ. ധരിക്ക നീ പാണ്ഡവന്മാരെ വിടത്തു ബൃഹന്നളെ വേണ്ടാ പൊളി പറയുന്നത് എന്നോടിടോ എങ്കിലോ കേൾക്ക ഞാൻ അർജുനനായുധം കങ്കനാവുന്നതു. ധർമ്മജന്മാവിടോ ആക്കമേറിയിടും ബലൻ മൃഗോദരൻ ചേൽക്കണ്ണാളാകിയ സൈരന്ധ്രി പാഞ്ചാലി മേയ്ക്കുന്നതു നകുലൻ തുരകങ്ങളെ ഓക്കളെ മേയ്ക്കുന്നതു സഹദേവനും. എങ്കിലിൻ 10 പേരും പറഞ്ഞിടുന്നു ശങ്ക പോവാൻ എനിക്കെന്നിതു മത്സ്യനും പോഷ്കല്ല ചൊല്ലുവനെങ്കിൽ ഞാൻ നിന്നോട് കേൾക്ക നീ എന്നുടെ 10 നാമങ്ങളും. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ചേതാശനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതിഹരൻ സവ്യസാചി ബീഭത്സവും 10 നാമങ്ങളും ഭക്തിയാ ജപിക്കിലോ. നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം പേടി കളഞ്ഞു രഥം നീ നടത്തുകിൽ
പാടെ പശുക്കളെ വീണ്ടു വരുത്തരുവൻ ഞാൻ മന്നവാ നിന്നോട് തുല്യനെന്നെ ഞാൻ മുന്നമേ ചൊന്നതറിഞ്ഞു പൊറുക്കണം ഇന്ദ്രനു മാതലിതേ നടത്തും വണ്ണം ഇന്ദ്രതനൂജ നടത്തുന്നതുണ്ടു ഞാൻ എന്നത് കേട്ടവൻ വില്ലും കൊലയേറ്റി പിന്നെ ഹനുമാനെയും കരുതിയിടിനാൻ വന്നു കൊടിമരമേറി ഹനുമാനും വന്നങ്ങലറി കുലുങ്ങി ജഗത്രിയൻ ദേവതത്വമായ ശംഖമെടുത്തിട്ടു ദേവരാജാത്മജനും വിളിച്ചിടിനാൻ പിന്നെ ചെറുഞാണൊലിയിട്ടുടനുടൻ മന്നവൻ സിംഹനാഥങ്ങു ചെയ്തിടിനാൻ തേരുളൊച്ചയും സിംഹനാഥങ്ങളും ഭാരം മുഴങ്ങുന്ന ശംഖധ്വനികളും വീരന്മാരഞ്ചും ചെറുഞാണലികളും മാരുതിയുടെ ഹുങ്കാരനാദവും ഘോരം കെട്ടു ഭീതി പൊണ്ടുത്തരൻ പാരം വിറച്ചാൻ അരയാലില പോലെ തേരിൽ വീണാൻ മുറയിട്ടാൻ തെരുതെരിപ്പാരാതെ എഴുന്നേൽക്കെന്നു വിജയനും ഹൂങ്കാരമേറും ചെറുഞാണൊലികളും ശംഖനാദങ്ങളും സിംഹനാദങ്ങളും പിന്നെയും ചെയ്താൻ തെരുതെരെ മന്നവൻ ഉത്തരൻ ഭീതി കളവാനായി പാർത്ഥനി വണ്ണം നടന്നു ഒരു നേരത്തു ധാത്രി കുലുങ്ങിക്കലങ്ങി സമുദ്രങ്ങൾ ഘോഷങ്ങൾ കേട്ട് ഭരദ്വാജനന്ദനൻ ഭോഷണം നാഗധ്വജനോട് ചൊല്ലി ഞാൻ പാർത്ഥൻ വരവിത് കേൾക്കായതുമെടോ പാർത്ഥിവനന്ദനാ തോൽക്കും നാം എല്ലാരും. ദുശ്ശകുനങ്ങൾ പലതുണ്ട് കാണുന്നു നിശേഷ നാശം ഭവിക്കും പടക്കിപ്പോൾ നാഗധ്വജനതു കേട്ടാശു കോപിച്ചു ഭാഗീരഥി സുതൻ തന്നോട് ചൊല്ലിനാൻ പണ്ടു പറഞ്ഞ സമയം വരും മുമ്പേ ഉണ്ടു വരുന്നത് പാണ്ഡവരെങ്കിലോ രണ്ടാമതും വനം പോകുന്ന ദേവരു കൊണ്ടാടി ആരും അതിനു പറയണ്ട ദ്രോണരുചിതം പറയുകയില്ലെന്നുമേ പ്രാണനോട് ഒപ്പിക്കയും എന്നെ ആചാര്യനോ കേട്ടിയിലെ തോഴാ വിശേഷങ്ങൾ കർണാ നീ കൂട്ടമിട്ടോരോചനം പറയുന്നതും പട്ടും ഭവാനുള്ളിലേതും ഉണ്ടാകേണ്ട കൂട്ടു ഞാനുണ്ടെന്നറിഞ്ഞതില്ലേ ഇപ്പോൾ വെൺമഴുവേന്തിയ രാമൻ വരികിലും എൻ മുന്നിൽ നിൽക്കയില്ലെന്ന് ധരിക്കണം ഇന്ദ്രാദി ദേവകളൊത്തു വരികിലും മന്ദതയില്ല ജയിക്കുന്നതുണ്ടു ഞാൻ ഇന്ദ്രതനുജനും ഇന്ദ്രാവരജനും എന്നോട് തുല്യരെന്നിൽ അല്ലെന്നു ധരിക്കണം. അന്നേരം ചോദിക്കുന്നു ഈ പാവം ഇതെല്ലാം ആർക്കായതുമില്ലത് ബൃഹന്നളെ എന്നോട് പറയണം കള് പറയല. അന്നേരം പറഞ്ഞു ഇതെല്ലാം പാണ്ഡവന്മാരാണ്. പാണ്ഡവന്മാരോർത്തു കള് പറയല. അന്നേരം പറഞ്ഞു ഞാൻ തന്നെ അർജുനൻ, പിന്നെ മൂത്തയാള് ഏട്ടൻ, പിന്നെ യുധിഷ്ഠിരൻ, അതിന് മറ്റേ ആള് ഭീമനാന്ന്, മറ്റേ സൈരന്ധ്രിയായത് പാഞ്ചാലിയാന്ന്, കുതിരകളെ മേയ്ക്കുന്ന നകുലൻ, പശുക്കളെ മേയ്ക്കുന്നത് സഹദേവനുമാന്ന്. അപ്പം നിന്റെ 10 പേരും പറഞ്ഞു തരും എൻ്റെ പേടി കളയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പം 10 പേരും പറഞ്ഞു കൊടുത്തു. പിന്നെ നീ രഥം നടത്തുമോ? എന്നാൽ ഞാൻ പശുക്കളെ വീണ്ടു തരാമെന്ന് പറഞ്ഞു. ഞാൻ തേര് നടത്താം, നിന്നോട് തുല്യെന്ന് പറഞ്ഞത് പൊറുക്കണേ. ഇനി ഇന്ദ്രന് മാതലി പിന്നെ തേര് തെളിക്കുന്ന പോലെ തെളിക്കാൻ ഞാൻ ഇന്ദ്ര തനുജനായ അർജുന എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അർജുനനുണ്ണി എടുത്തിട്ട് ശംഖനാഥം ചെയ്തു, സിംഹനാഥം ചെയ്തു, ഞാണൊലിയിലൊച്ച ഇതെല്ലാം കേട്ട് പേടിച്ച് അരയാലില പോലെ വറക്കുന്നു. ഈ ഉത്തരന് വെറും പേടിയാന്ന്. യുദ്ധത്തിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ചാവുന്നൊരു കുട്ടിയാണ് ഉത്തരൻ. പാവം പേടിക്കല എന്ന് പറയുന്നു. എണീക്കെന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം ഘോഷമെല്ലാം കേൾക്കുമ്പോൾ അപ്പുറം ഭാഗത്ത ആളെ മനസ്സിലായി. അവർ പറയുന്നു പിന്നെ ഭരദ്വാജാത്മജൻ എന്ന് പറഞ്ഞാൽ ദ്രോണര് പറയുന്നു അതാ കേട്ടുവാ അർജുനൻ്റെ വരവന്നെ കേൾക്കുന്നത്, നമ്മ എന്തായാലും തോക്കുന്നു, ദുശ്ശകുനെല്ലാം കാണുന്നുണ്ട് പറഞ്ഞു. എല്ലാം പടയെല്ലാം നശിക്കുന്നു. അന്നേരം പറയുന്നു പിന്നെ അന്നേരം ഇദ്ദേഹത്തിനോടല്ല പറയുന്നു. ആരോട് പറയുന്നു? ഭീഷ്മപിതാമനോട്. പറഞ്ഞ സമയത്തിന് പിന്നെ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കും 12 കൊല്ലം കാട്ടിലേക്ക്, അന്നേരം പിന്നെ എന്നോടൊന്നും പറയണ്ട എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ആരോട് കർണനോട് പറഞ്ഞു കേട്ടില്ല തോഴ വിശേഷങ്ങൾ. അന്നേരം പറഞ്ഞു ഞാൻ വെൺമഴുവേന്തി പരശുരാമൻ തന്നെ വന്നാലും കൂടി ഞാൻ പിന്നെ ജയിക്കും. ഇന്ദ്രാദി ദേവന്മാർ ഒന്നിച്ചു വന്നാലും ഞാൻ ജയിക്കും. ഇന്ദ്രധനുജൻ ഇന്ദ്രാവരജൻ അതായത് അർജുനും കൃഷ്ണനും വന്നാലും ഞാൻ ജയിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ വൻപ് പറയും ഈ കർണൻ. അതിങ്ങനെ പറയുന്നപ്പം വൻപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ മറ്റാളിന് എന്തെല്ലോ പറയലുണ്ടാവും. നമുക്ക് നാളെ പറയാം. ഇന്നിപ്പം നമ്മൾ പാരായണത്തിൻ്റെയും
പിന്നെ അനുസ്മരണത്തിൻ്റെ സമയം കുറച്ച് സമയം, ഒരു അരമണിക്കൂറിലധികം പറഞ്ഞു കഴിഞ്ഞാലും പാരായണം ചെയ്താൽ ആർക്കും അത്ര താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി നാളെ പാരായണം ചെയ്ത് ഉദ്യോഗപർവത്തിലേക്ക് കിടക്കാം. ഉദ്യോഗം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറാവുന്നതാണ്. അപ്പോൾ നാളെ ആ ഉദ്യോഗപർവത്തിലേക്ക് കിടക്കാൻ നമുക്ക് മറ്റന്നാൾ മുതൽ യുദ്ധം തുടങ്ങാനായി. ഇതുവരെ പാരായണം ചെയ്തും പിന്നെ പറഞ്ഞതും അനുസ്മരിച്ചതും ഒക്കെ ഭഗവാന്റെ പാദപത്മത്തിൽ വെച്ച് നമുക്ക് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ബുദ്ധിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഓ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.